ഞാനൊരു വാക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ വാക്ക് സന്തോഷം എന്നാണ്. സമർപ്പിതർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സന്തോഷമുണ്ട്. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ കോൺസെക്രേറ്റഡ് ലൈഫ് ഇൻ ദ ചർച്ച് ടുഡേ എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ 2014 നവംബർ 30 മുതൽ 2016 ഫെബ്രുവരി 2 വരെ സമർപ്പിത വർഷമായി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തിങ്ങി നിറഞ്ഞ വികാരമാണ് മേൽപ്പറഞ്ഞ വാക്കുകളിലൂടെ അദ്ദേഹം പ്രകടമാക്കിയത്. അതെ, സമർപ്പിതർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷത്തോടെ ആദരവോടെ നിങ്ങളെ ഏവരെയും ലോഗോസ് സമർപ്പിത പ്രതിഭ 2015 സ്നേഹപൂർവം സഹർഷം സ്വാഗതം ചെയ്യുന്നു. ലോഗോസ് ക്വിസ് 2015 പല കാര്യങ്ങൾ കൊണ്ട് സവിശേഷത അർഹിക്കുന്ന ഒന്നാണ്. ഏറ്റവും വലിയ ഒരു പ്രേക്ഷിത മുന്നേറ്റം ലോഗോസ് ക്വിസിന് ഈ വർഷം ഉണ്ടായി എന്നുള്ളത് സ്മരണീയമാണ്. നോർത്ത് ഇന്ത്യയിൽ 24 രൂപതകളിലേക്ക് ഹിന്ദി ഭാഷയിൽ ലോഗോസ് ക്വിസ് ഈ വർഷം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. 12,000 പേര് നോർത്ത് ഇന്ത്യയിൽ ഈ വർഷം ലോഗോസ് ക്വിസിന് ഹിന്ദി ഭാഷയിൽ അറ്റൻഡ് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷമളിക്കുന്നു. ഇപ്പോൾ 4 ഭാഷകളിലായി ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി 4 ഭാഷകളിലായി ലോഗോസ് ക്വിസ് നടത്തപ്പെടുന്നുവെങ്കിൽ ദൈവ കൃപ കൊണ്ട് ഇനിയും ഭാരതത്തിലെ മറ്റനേകം ഭാഷകളിലേക്ക് ലോഗോസ് ക്വിസിന് കടന്നു ചെല്ലാൻ കഴിയും. അത് വലിയ ഒരു പ്രേക്ഷിത മാധ്യമമായി മാറും എന്ന വലിയ പ്രതീക്ഷയാണ് കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിക്ക് ഉള്ളത്. ഈ വർഷം നമ്മൾ നടത്തിയ മറ്റൊരു പ്രത്യേക കാര്യം സമർപ്പിത വർഷത്തോടനുബന്ധിച്ച് സമർപ്പിത ലോഗോസ് സമർപ്പിത പ്രതിഭയെ കണ്ടെത്താനുള്ള ശ്രമമാണ്. വളരെ സുന്ദരമായി അത് നടത്തുവാൻ നമുക്ക് സാധിച്ചു. 45,000-ഓളം വരുന്ന സമർപ്പിതരിൽ നിന്ന് ഒത്തിരി പേര് ഇതിൽ പങ്കെടുത്തു. സഭയിൽ സമർപ്പിതർ ചെയ്യുന്ന ശുശ്രൂഷകളെ കാര്യമായി ആദരിക്കാനും അത് അംഗീകരിക്കാനുമുള്ള വലിയ താല്പര്യവും സൊസൈറ്റി അംഗങ്ങൾക്കിടയിലുണ്ടായി. അതിൻ്റെ ഫലമാണ് ലോഗോസ് സമർപ്പിത പ്രതിഭ മത്സരങ്ങൾ. ലോഗോസിനോട് എന്നും വളരെ ആഭിമുഖ്യം പുലർത്തുന്ന കേരള കത്തോലിക്ക വിശ്വാസികളെ പ്രത്യേകം ഞങ്ങൾ നന്ദിയോടെ ഈ നിമിഷം അനുസ്മരിക്കുകയാണ്. ഇതിൻ്റെ വളർച്ചയ്ക്കായി രൂപതകളിൽ അധ്വാനിക്കുന്ന ബഹുമാനപ്പെട്ട ബൈബിൾ അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർമാരോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം മതബോധന മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, വികാരി അച്ഛന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഇവരെല്ലാം ലോഗോസ് ക്വിസിന് നൽകുന്ന പ്രത്യേക പ്രാധാന്യത്തിന് നന്ദി പറയുന്നു. ഇനിയും നമുക്ക് ഒത്തിരിയേറെ പേര് ലോഗോസിലൂടെ ദൈവവചന ആഭിമുഖ്യമുള്ളവരാക്കി വളർത്താൻ തീർച്ചയായിട്ടും സാധിക്കും. സമർപ്പിതർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷത്തോടെ ആദരവോടെ നിങ്ങളെ ഏവരെയും ലോഗോസ് സമർപ്പിത പ്രതിഭ 2015 സ്നേഹപൂർവം സഹർഷം സ്വാഗതം ചെയ്യുന്നു. അഞ്ചാമത്തെ സെറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. സിസ്റ്റർ വിനീത വീണ്ടും വിനീതയായി. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അഞ്ചാമത്തെ സെറ്റിലെ ഒന്നാമത്തെ ചോദ്യം: എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. റൈറ്റ്, പെർഫെക്റ്റ്ലി റൈറ്റ്. രണ്ടാമത്തെ ചോദ്യം: യോഹന്നാൻ 3:32 യേശു ജ്ഞാനസ്നാനം നൽകിയതായ പരാമർശം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവിടുത്തെ ശിഷ്യന്മാരല്ലാതെ അവിടുന്ന് നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല എന്ന് പിന്നീട് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത് എവിടെയാണ്? 4-ാം അധ്യായം 2-ാം വാക്യം. വാവ്,
ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന യേശുവിന്റെ പ്രാർത്ഥനയുടെ അർത്ഥം. പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം വഴി എന്തോ സഹനം, മരണം, ക്രൂശിതനാവുക, മരിക്കുക, ഉത്ഥാനം ചെയ്യുക. യു ആർ റോങ്. അവർ പിറുപിറുക്കുന്നതും സംതൃപ്തരും തങ്ങളുടെ ദുരാശകൾക്കൊത്ത വിധം നടക്കുന്നവരും വൻപ് പറയുന്നവരും കാര്യസാധ്യത്തിന് വേണ്ടി മുഖസ്തുതി പറയുന്നവരുമാണ്. Congratulations, good. അഞ്ചാമത്തെ ചോദ്യം, ദൈവാലയ കവാടത്തോട് ചേർന്നുള്ള ചെറിയ മുറിയെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദം. സ്ക്രിപ്റ്റോറിയം. ഗ്രീക്ക് പദം. അടുത്ത ചോദ്യം, ആറാമത്തേത്, സുഭാഷിതം 9:8 പ്രകാരം ആരെ കുറ്റപ്പെടുത്തിയാലാണ് അവൻ നിന്നെ വെറുക്കുന്നത്, ആരെ കുറ്റപ്പെടുത്തിയാലാണ് അവൻ നിന്നെ സ്നേഹിക്കുന്നത്? പരിഹാസകനെ കുറ്റപ്പെടുത്തിയാൽ അവൻ നിന്നെ വെറുക്കും, വിവേകിയെ കുറ്റപ്പെടുത്തി അവൻ നിന്നെ സ്നേഹിക്കും. You are extremely right. Very good. Congratulations. അടുത്തത് ഏഴാമത്തെ ചോദ്യം, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഇന്ത്യയിൽ CBCI പൊതുയോഗം ആദ്യമായി നടന്ന വർഷം. അടുത്ത ചോദ്യം എട്ടാമത്തേത്, നീ ഒരു യഹൂദനായിരിക്കെ സമറിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് എന്ന് സമറിയാക്കാരി യേശുവിനോട് ചോദിച്ചപ്പോൾ യേശുവിന്റെ മറുപടി, ദൈവത്തിന്റെ ദാനം എന്താണെന്നും എനിക്ക് കുടിക്കാൻ തരികയെന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു എന്നായിരുന്നു. ദൈവത്തിന്റെ ദാനം എന്താണ്? അതിന്റെ വെളിച്ചത്തിൽ യേശു ആരാണ്? ദൈവത്തിന്റെ ദാനം പരിശുദ്ധാത്മാവ്. ഓക്കെ, ദാറ്റ് റൗണ്ട് ഈസ് ഓവർ. അപ്പോൾ അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു തുടങ്ങാം. യഹൂദർ ദൈവത്തിന്റെ ദാനമായാണ് മോശയുടെ നിയമത്തെ കരുതിയിരുന്നത്. യേശുവിൽ പുതിയ നിയമം വെളിപ്പെടുന്നു എന്ന സൂചനയാണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ നിൽക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയാൻ യേശു തന്നെയാണ് ദൈവത്തിന്റെ ദാനം എന്നാണ്. അങ്ങനെ 6ഉം 4ഉം 10 മാർക്ക് സ്കോർ ചെയ്ത് സിസ്റ്റർ വിനീത വളരെ വിനീതയായിട്ട് സ്കോർ നേടിയിരിക്കുന്നു. അപ്പം പ്രത്യേക. ഇനി ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യ സെറ്റിനെ അഭിമുഖീകരിക്കാൻ ബഹുമാനപ്പെട്ട സിസ്റ്റർ കൃപ റെഡി? ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. തുടർന്ന് 52-ാം വാക്യം എന്താണ് പറയുന്നത്? ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും. ഇടിച്ചു കയറിയുള്ള ഉത്തരം പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു. കൺഗ്രാജുലേഷൻസ്. അടുത്ത ചോദ്യം, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. തിരുവചന സൂചകം നൽകുക. യോഹന്നാൻ 2-ാം അധ്യായം 5-ാം തിരുവചനം. വെരി ഗുഡ്, യു ആർ റൈറ്റ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, യേശുവിന്റെ ബന്ധങ്ങളിലെ തിരശ്ചീന തലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? മനുഷ്യരുമായിട്ടുള്ള ബന്ധം. യേശുവും മനുഷ്യരും തമ്മിലുള്ള. വെരി ഗുഡ്. ഓക്കെ, തിരശ്ചീന തലം. യു ആർ റൈറ്റ് അഗൈൻ. നാലാമത്തെ ചോദ്യം, നമുക്ക് പൊതുവായി ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് യൂദാസ് ലേഖനം എഴുതാൻ അതിയായി ആഗ്രഹിച്ചെങ്കിലും എങ്ങനെ എഴുതേണ്ടി വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എഴുതണം. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, സത്യം എന്ന വാക്കിന്റെ ഹീബ്രു പദം. ആറാമത്തെ ചോദ്യം, സുഭാഷിതങ്ങളിൽ പിതാവിന്റെ കൽപ്പനയും മാതാവിന്റെ ഉപദേശവും നടക്കുമ്പോൾ നിന്നെ നയിക്കും, കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും എന്തെന്നാൽ കൽപ്പന ദീപവും ഉപദേശം പ്രകാശവും, ശിക്ഷണത്തിന്റെ ശാസനകളാകട്ടെ ജീവന്റെ മാർഗം. Very good, very good, very good. With a little struggle, you replied properly. Congratulations. അടുത്ത ഏഴാമത്തെ ചോദ്യം, പിയൂസ് 12-ാമൻ പാപ്പ ഡിവിനോ അഫ്ലാന്റെ സ്പിരിറ്റു എന്ന ചാക്രിക ലേഖനം പുറത്തിറക്കിയ വർഷം 1943. വർഷം മാത്രമേ ചോദിച്ചുള്ളൂ. ഓക്കെ, യു ആർ റൈറ്റ്. എട്ടാമത്തെ ചോദ്യം, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് 8:12 യേശു പ്രഖ്യാപിക്കുന്നതിന്റെ തിരുനാൾ പശ്ചാത്തലം വ്യക്തമാക്കുക. കൂടാര തിരുനാളിന്. തിരുനാളിന്റെ പശ്ചാത്തലം വ്യക്തമാക്കണം. ഓക്കെ, ദാറ്റ് റൗണ്ട് ഈസ് ഓവർ. അപ്പോൾ കൂടാര തിരുനാളെന്ന് മാത്രമേ അതിൽ പറഞ്ഞുള്ളൂ. പക്ഷെ അത് വളരെ അർത്ഥപൂർണമായി അവിടെ എന്തുകൊണ്ട് യേശു ലോകത്തിന്റെ പ്രകാശമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന അവസരമാണത്. അപ്പോൾ അവസാനത്തെ ഉത്തരത്തിൽ കൂടാര തിരുനാൾ എന്ന ഒരു പരാമർശം ഉണ്ടായത് കൊണ്ട് 5 മാർക്കിൽ 1 മാർക്ക് കൂടി
സിസ്റ്റർ കൃപയ്ക്ക് കൃപാപൂർവം തന്നിരിക്കുന്നു. ഓക്കെ, 17 മാർക്ക് അല്ലേ? ഓക്കെ, കൺഗ്രാജുലേഷൻസ്. ഒന്ന് കൈയടിച്ച് സിസ്റ്റർ കൃപയെ വെരി ഗുഡ്, വെൽ ഡൺ. അങ്ങനെ റാപ്പിഡ് റൗണ്ട് എല്ലാവരും വിജയപ്രദമായി തന്നെ അഭിമുഖീകരിച്ചു. പ്രത്യേകം അഭിനന്ദനങ്ങൾ. വാശിയേറിയ റാപ്പിഡ് റൗണ്ടിനൊടുവിൽ നമ്മുടെ കണ്ടസ്റ്റന്റ്സ് കരസ്ഥമാക്കിയിരിക്കുന്ന സ്കോർ ഇപ്രകാരമാണ്. സിസ്റ്റർ ഏഞ്ചൽ റോസ് 38 പോയിന്റ്സ്, സിസ്റ്റർ ജിയോ തെരേസ് 35 പോയിന്റ്സ്, സിസ്റ്റർ ബെറ്റി 31 പോയിന്റ്സ്, സിസ്റ്റർ ആഞ്ചല 25 പോയിന്റ്സ്, സിസ്റ്റർ വിനീത 36.5 പോയിന്റ്സ്, and Sister Kripa 34.5 points. ലേവ്യർ 27 അധ്യായം 28 തിരുവചനം പറയുന്നു, സമർപ്പിത വസ്തുക്കൾ കർത്താവിന് ഏറ്റവും വിശുദ്ധമാണ്. ഹെബ്രായരുടെ ലേഖനം 12 അധ്യായം 14 വചനം ഇപ്രകാരം പറയുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. വരൂ, വിശുദ്ധിയോടെയുള്ള വചനോപാസനയിലൂടെ നമുക്ക് കർത്താവിനെ ദർശിക്കാം. ലോഗോസ് സമർപ്പിത പ്രതിഭ 2015 4ാമത്തെ റൗണ്ട് ഗ്ലോറി റൗണ്ട്. രണ്ട് ഘട്ടങ്ങളുള്ള ഈ റൗണ്ടിന്റെ ആദ്യ ചോദ്യത്തിന് ഉത്തരമായി നൽകേണ്ടത് ഒരു വർഷമായിരിക്കും. ചോദ്യമായി ചോദിക്കുന്നത് ബൈബിളിലെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ച സ്ഥലങ്ങളായിരിക്കും. ഉത്തരമായി ഏത് വർഷമാണ് ആ പ്രത്യേക സ്ഥലത്തു നിന്ന് പ്രസിദ്ധീകരണം നടന്നത് എന്നാണ് പറയേണ്ടത്. മറ്റൊന്നും ഉത്തരമായി പ്രതീക്ഷിക്കുന്നില്ല. വർഷം ശരിയായാൽ മാത്രം രണ്ടാം ഘട്ടത്തിലേക്ക് മത്സരാർത്ഥിക്ക് പ്രവേശിക്കാം. തെറ്റാണെങ്കിൽ, പറയുന്ന വർഷം തെറ്റാണെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് പറഞ്ഞാലും പോയിന്റ് ലഭിക്കുന്നതല്ല. ശരി ഉത്തരമാണ് പറയുന്നതെങ്കിൽ ശരി ഉത്തരത്തിന് 10 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി വർഷം ശരിയായി രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുവെങ്കിൽ ആ രണ്ടാം ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമോ പുസ്തകങ്ങളോ അല്ലെങ്കിൽ പരിഭാഷകനോ പരിഭാഷകരോ ഉത്തരമായി പറയേണ്ടതായി വരും. സ്ഥലം തിരഞ്ഞെടുക്കുവാനുള്ള ഓപ്ഷൻ മത്സരാർത്ഥിയിൽ നിക്ഷിപ്തമായിരിക്കും. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാം. ഗ്ലോറി റൗണ്ട്. അപ്പോൾ എല്ലാവരെയും ഗ്ലോറി റൗണ്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ സിസ്റ്റർ കൃപയിൽ നിന്നും തുടങ്ങുന്നു. ബൈബിളിലെ പുസ്തകങ്ങളുടെ തർജ്ജമ പ്രസിദ്ധീകരണത്തിൽ മാന്നാനം സെയിന്റ് ജോസഫ്സിനും ആലുവ SH ലീഗിനും ഒരേ വർഷങ്ങൾ അവകാശപ്പെടാനുണ്ട്. അതായത് ഒരിക്കൽ കൂടി വായിക്കാം. മാന്നാനം സെയിന്റ് ജോസഫ്സിൽ നിന്നും ആലുവ SH ലീഗിൽ നിന്നും ഒരേ വർഷം തർജ്ജമകൾ ഇറങ്ങിയിരുന്നു. അത് പല വർഷങ്ങളിൽ അപ്രകാരം ഒരേ വർഷം തന്നെ തർജ്ജമകൾ ഇറങ്ങിയിരുന്നു. ഇതില് ആദ്യമായി ഒരേ വർഷം ഈ രണ്ടു കൂട്ടരും തർജ്ജമ ഇറക്കിയ വർഷമേത്? 1955. യു ആർ റോങ്. അതുകൊണ്ട് ഈ റൗണ്ടിലെ അടുത്ത സെക്ഷനിലേക്കുള്ള പ്രവേശനം അതോടുകൂടെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം സിസ്റ്റർ വിനീതയിലേക്കാണ്. മാന്നാനം സെയിന്റ് ജോസഫ്സിൽ നിന്ന് 2 വിവർത്തനങ്ങൾ ഒരേ വർഷം ഇറങ്ങി. വർഷമേത്? 1829. യു ആർ റോങ്. അടുത്ത സെക്ഷനിലേക്ക് കടക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. അടുത്തത് മൂന്നാമത് ചോദ്യം അഭിമുഖീകരിക്കേണ്ടത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ആഞ്ചല. റെഡി? ബൈബിളിലെ പുസ്തകങ്ങളുടെ തർജ്ജമ പ്രസിദ്ധീകരണത്തിൽ മാന്നാനം സെയിന്റ് ജോസഫ്സും ആലുവ SH ലീഗും ഒരേ വർഷം വീണ്ടും ഞാൻ പറഞ്ഞു അവകാശപ്പെടാനുണ്ട്. ആദ്യത്തേത് പറഞ്ഞു കഴിഞ്ഞു, അത് തെറ്റായി പോയി. പക്ഷേ 1929 ആയിരുന്നു ആദ്യത്തെ വർഷം. ഓക്കെ, ഇനി അങ്ങനെ അവകാശപ്പെടാവുന്ന രണ്ടാമത്തെ വർഷം പിന്നീട് ഉണ്ടായ തൊട്ടടുത്തുള്ള രണ്ടാമത്തെ വർഷം ഏതാണ്? 1935. 1935. പക്ഷേ 1938 പോയി സിസ്റ്റർ, നിർഭാഗ്യവശാൽ തെറ്റിപ്പോയി. അപ്പോൾ നാലാമത്തെ ചോദ്യം
സിസ്റ്റർ ബെറ്റിയിലേക്കാണ് അല്ലേ? ഇവര് ഉത്തരം പറഞ്ഞില്ല എന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. സിസ്റ്റർ പട്ടണക്കാട് CLC പബ്ലിക്കേഷൻസിൽ നിന്നും എറണാകുളം സത്യപ്രകാശിനി പ്രസിൽ നിന്നും 2 വിവർത്തനങ്ങൾ ഒരേ വർഷം ഇറങ്ങി. വർഷം ഏത്? 1941. യു ആർ റോങ്. നിർഭാഗ്യവശാൽ ഈ റൗണ്ടിൽ എല്ലാവരും പരാജയപ്പെടുന്നു എന്നുള്ളത് സാരമില്ല. പക്ഷേ ഇവിടെ നിന്ന് നമ്മളൊരു വലിയ പാഠം പഠിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അടുത്തത് 5ാമത്തെ ചോദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട ജിയോ സിസ്റ്ററിലേക്കാണ്. POCയും തിരുവനന്തപുരം മേരിലാൻഡ് പ്രിന്റേഴ്സും ഒരേ വർഷം ബൈബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏത് വർഷം? POCയും തിരുവനന്തപുരം മേരിലാൻഡ് പ്രിന്റേഴ്സും ഒരേ വർഷം പ്രസിദ്ധീകരിച്ചു. ഏത് വർഷം? 1981. You are right. At least it's a consolation for all of us, especially ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ തയ്യാറാക്കി എനിക്ക് വലിയൊരു കോൺസലേഷൻ ആയിട്ട് ലഭിക്കുന്നത്. അടുത്തത്, അപ്പോൾ ഇത് ഏത് പുസ്തകം, ഏത് പരിഭാഷകൻ, ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ 2 പറഞ്ഞില്ലേ, POCയിൽ ഉണ്ട്, തിരുവനന്തപുരം മേരിലാൻഡും ഉണ്ട്. ഇതില് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. ഏതെങ്കിലും POCയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതോ അല്ലെങ്കിൽ തിരുവനന്തപുരം മേരിലാൻഡിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതോ പറയാം. ചോയ്സ് POCയിൽ ഏതാണ്? POC സമ്പൂർണ്ണ ബൈബിൾ പ്രസിദ്ധീകരിച്ചത് 1981. 1981. കൺഗ്രാറ്റുലേഷൻ. പ്രത്യേകം സെഷന് അഭിനന്ദനങ്ങൾ. അപ്പോൾ ആദ്യത്തെ ആ സെക്ഷനിൽ സെഷന് 10 മാർക്ക് ഫുൾ കിട്ടുന്നു. 2ാമത്തെ സെക്ഷനിൽ 5 ഫുൾ കിട്ടുന്നു. അങ്ങനെ 10, 5, 15 മാർക്ക് കൊണ്ട് വലിയ പൂർണ്ണമായ മാർക്ക് നേടിക്കൊണ്ട് സിസ്റ്റർ നമ്മളെ അനുഗ്രഹിച്ചു. പ്രത്യേകം നന്ദി. 6ാമത്തെ ചോദ്യം സിസ്റ്റർ ഏഞ്ചൽ റോസ്. ദീപിക ബുക്സ് കോട്ടയവും തിരുവല്ല ബൈബിൾ സൊസൈറ്റിയും ഒരേ വർഷം ബൈബിൾ മലയാള പരിഭാഷ പുറത്തിറക്കി. ഏത് വർഷം? 1990. You are wrong, unfortunately. സിസ്റ്റർ 1997 ആണ് അതിന്റെ ഉത്തരം. അത് മാത്യു പാണിയുടെ സമ്പൂർണ്ണ ബൈബിൾ പരിഭാഷയാണ്. പിന്നെ കുര്യൻ കണിയാമ്പറമ്പിൽ അച്ഛന്റെ സമ്പൂർണ്ണ ബൈബിൾ പരിഭാഷ. അങ്ങനെ 2ഉമാണ് അവിടെ നിറക്കിയത്. അപ്പോൾ ഈ റൗണ്ട് അങ്ങനെ പൂർത്തിയാക്കുന്നു. കടുകട്ടിയായ ഒരു റൗണ്ടാണ് മത്സരാർത്ഥികൾ അഭിമുഖീകരിച്ചത്. എങ്കിലും പൊരുതി തോറ്റാലും ഞങ്ങൾ പിൻവാങ്ങില്ല എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. അപ്പോൾ നമുക്ക് അവരുടെ ഇപ്പോഴത്തെ സ്കോർ നില പരിശോധിക്കാം. സിസ്റ്റർ ഏഞ്ചൽ റോസ് 38 പോയിന്റ്സ്, സിസ്റ്റർ ജിയോ തെരേസ് 50 പോയിന്റ്സ്, സിസ്റ്റർ ബെറ്റി 31 പോയിന്റ്സ്, സിസ്റ്റർ Angela Therese 25 points, Sister Vinita 36.5 points, and Sister Krupa 34.5 points. ടാഗോർ വീണ്ടും പാടുന്നു. നീ സദാസമയവും എനിക്കായി ആകർഷകങ്ങളായ ചഷകങ്ങളിൽ മധു പകർന്നു വെക്കുന്നതായി ഞാൻ കാണുന്നു. അതെല്ലാം അനേക വർണ്ണ മഹിമാവോട് കൂടിയതാണ്. ദിവ്യദീപ്തി ചിതറുന്ന പരശതം ദീപങ്ങൾ ഞങ്ങൾ ജ്വലിപ്പിച്ച് നിന്റെ തൃക്കോവിലിനെ ശോഭയുള്ളതാക്കാം. ലോഗോസ് സമർപ്പിത പ്രതിഭ 2015ന്റെ 5ാമത്തെ റൗണ്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ദിസ് ഈസ് ദ ഫെയ്ത്ത് റൗണ്ട്. മാസ്ക് ഉള്ളതിൽ 2ലും ഓരോ ചോദ്യമുണ്ട്. ഒരെണ്ണം ഒഴിഞ്ഞതാണ്. ഇതിൽ ഈ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം. ഉത്തരത്തിന് 10 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ അങ്ങനെ ആ ചോദ്യം കിട്ടുന്നതിന് മുൻപ് ഉത്തരമില്ലാത്ത മാസ്ക് ഏതാണ് എന്ന് നിങ്ങൾക്ക് ഊഹിച്ചു പറയാവുന്നതാണ്. അപ്പോൾ ആ മാസ്ക് അപ്രത്യക്ഷമാകും. പിന്നീടുള്ള 2 ചോദ്യമുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കാം. അബദ്ധവശാൽ നിങ്ങൾ ആദ്യം ഊഹിച്ചു പറയുന്നത് ഉത്തരമില്ല എന്ന് പറയുന്നത് ഉത്തരമുള്ള മാസ്ക് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ അവശേഷിക്കുന്നത് ഒരു ചോദ്യം മാത്രമായിരിക്കും. അപ്പോൾ അവിടെ ഓപ്ഷൻ ലഭിക്കുന്നില്ല. 2 ചോദ്യം എന്നുള്ള ഓപ്ഷൻ ലഭിക്കുന്നില്ല. അവിടെ കാണുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകേണ്ടി വരും. And to the faith round, all of you are welcome. Especially all the 6 contestants. 1ാമത്തെ ചോദ്യം അപ്പോൾ ഈ റൗണ്ടിൽ സിസ്റ്റർ ഏഞ്ചൽ റോസ്. സോ ഇനി പറയാം, ഏത് മാസ്ക് ആണ് റിമൂവ് ചെയ്യേണ്ടത്? 1C.
It's empty. Congratulations. You get a chance to choose your question. Now I remove all the masks. അപ്പോൾ 2 ചോദ്യങ്ങളുണ്ട്. ഇതിൽ ഏത് ചോദ്യത്തിനാണ് ഉത്തരം പറയാൻ താല്പര്യം? ഞാൻ വായിക്കാം. ലോകത്തിൽ ആദ്യമായി പുസ്തകം അച്ചടിച്ചത് 1455-ലാണ്. ഏതാണ് ആ പുസ്തകം? രണ്ടാമത്തേത്, ഫ്രാൻസിസ് പാപ്പ സമർപ്പിത വർഷം പ്രഖ്യാപിച്ച തീയതിയും ആ ദിനത്തിന്റെ പ്രത്യേകതയും. ഇതിലേത് ചോദ്യം ചൂസ് ചെയ്തു? രണ്ടാമത്തേത്. എങ്കിലും ഉത്തരം പറഞ്ഞോളൂ. സമർപ്പിത വർഷം പ്രഖ്യാപിച്ചത് 2014 നവംബർ 30 മുതൽ 2016 ഫെബ്രുവരി 2 വരെയാണ്. പിന്നെ ആ ദിവസത്തിന്റെ പ്രത്യേകത? ക്രിസ്തുവിന്റെ രാജ്യത്തെ തിരുനാൾ. അപ്പോൾ ചോദ്യം സമർപ്പിത വർഷം പ്രഖ്യാപിച്ചതാണ്, അല്ലാതെ സമർപ്പിത വർഷം തുടങ്ങുന്ന ദിവസമല്ല. ഇത് പ്രഖ്യാപിച്ച ദിവസമാണ്. അതുകൊണ്ട് 2014 നവംബർ 21-നാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. അത് മാതാവിന്റെ സമർപ്പണ തിരുനാൾ ദിവസമായിരുന്നു. അതാണ്. അപ്പോൾ 2014 നവംബർ എന്നുള്ളത് കറക്റ്റാണ്. ദിവസത്തിന്റെ പ്രത്യേകതയും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 3-1 മാർക്ക് സംലഭ്യമാണ്. ഇതിൽ ഈ റൗണ്ടില് 7 മാർക്ക് സിസ്റ്റർ കൊടുക്കുന്നു. അപ്പോൾ 10-ൽ 7 മാർക്ക് കിട്ടി സിസ്റ്റർ ഏഞ്ചൽ റോസ്. രണ്ടാമത്തെ അവസരം നമ്മുടെ സിസ്റ്റർ ജിയോതെരേസ്. സിസ്റ്റർ റെഡിയാണോ? പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആ ചോയ്സിലേക്ക് കടക്കാം. ഏത് മാസ്കാണ് നീക്കേണ്ടത്? 2A. ഓ, നിർഭാഗ്യവശാൽ സിസ്റ്ററിന് ചോയ്സിന്റെ അവസരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സിസ്റ്റർ നിർബന്ധിതയാണ്. അപ്പോൾ ചോദ്യം ഞാൻ വായിക്കാം. 1905-ൽ പുതിയ നിയമം, അതായത് 4 സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവർത്തനങ്ങളും മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി മഞ്ഞുമ്മൽ നിന്നും പ്രസിദ്ധീകരിച്ച പരിഭാഷകർ? ലൂയിസ് വെപ്പിശ്ശേരി, ഫാദർ മൈക്കിൾ പുത്തമ്പറമ്പിൽ, ഫാദർ പോളിക്കാർ കടയപ്പറമ്പിൽ. വെരി ഗുഡ്, എക്സ്ട്രീംലി റൈറ്റ്. ഞാൻ പേര് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷേ വീട്ടുപേര് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു. സിസ്റ്റർ ഈ റൗണ്ടിൽ 10 മാർക്കും സ്കോർ ചെയ്തിരിക്കുന്നു. ഒരു ചോയ്സിനുള്ള അവസരം പോലും ഇല്ലാതിരുന്നിട്ടും 10 മാർക്ക് സ്കോർ ചെയ്തതിൽ സന്തോഷമുണ്ട്. പ്രത്യേക അഭിനന്ദനങ്ങൾ. അടുത്തത് മൂന്നാമത്തേത്. 3A, 3B, 3C എന്നീ ചാൻസസ് ഉണ്ട്. ഈ മാസ്കുകളിൽ ഏതാണ് റിമൂവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്? 3B. Oh, great. You do get a chance to choose your question. Congratulations. And ഞാൻ ഇപ്പോൾ അതിന്റെ മാസ്ക് റിമൂവ് ചെയ്യുന്നതാണ്. വെരി ഗുഡ്. ആ ചോദ്യം മനസ്സിലാക്കിയിരിക്കുക. ബൈബിൾ പ്രേക്ഷിതത്തിനായുള്ള KCBC കമ്മീഷൻ എന്ന പേരിൽ KCBC ബൈബിൾ കമ്മീഷൻ രൂപം കൊണ്ട വർഷം? 1976. 1976. Are you sure? Yes. Very good. 1976. Good. Congratulations. വീണ്ടും സിസ്റ്റർ ബെറ്റി ഇവിടെ 10 മാർക്ക് ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അടുത്തത് 4ാമത്തെ ചോദ്യം. സിസ്റ്റർ ആഞ്ചലയിലേക്കാണ് 4ാമത്തെ ചോദ്യം പോകുന്നത്. ഇതിൽ സിസ്റ്റർ ഗസ് ചെയ്യുക. 4A, 4B, 4C എന്നീ 3 സാധ്യതകളുണ്ട്. എവിടെയാണ് ചോദ്യമില്ലാത്തത്? 4A. Let us see. Oh, സിസ്റ്റർ ആഞ്ചലയും അത് പിന്നെ ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ. ചൂസ് ചെയ്യാവിനെ ചോദ്യങ്ങൾ. ഞാൻ ചോദ്യം വായിക്കാം. ഇംഗ്ലീഷ് അടക്കം 13 ഭാഷകളിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട 51 ബൈബിൾ ചിത്രകഥാ പുസ്തകങ്ങളുടെ കർത്താവും ബൈബിൾ പണ്ഡിതനുമായ വ്യക്തി? അതാണ് 1ാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം, അധികാര ശുശ്രൂഷയും അനുസരണവും എന്ന മാർഗരേഖ നമ്പർ 12-ൽ മെത്രാനായ വിശുദ്ധ പോളികാർപ്പിനോടുള്ള അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ വാക്കുകൾ സമർപ്പിതർക്ക് മാതൃകയായി ഉദ്ധരിച്ചിട്ടുണ്ട്. നീ സമ്മതിക്കാതെ ഒന്നും ചെയ്യപ്പെടുന്നില്ല, എന്നാൽ ബാക്കിയുള്ളത് പൂരിപ്പിക്കണം. ഈ 2 ചോദ്യങ്ങളിൽ ഏതാണ് സിസ്റ്റർ അഭിമുഖീകരിക്കാൻ പോകുന്നത്? ഏത് ചോദ്യത്തിന് ഉത്തരം പറയും? ഏത് ചോദ്യത്തിന് ഉത്തരം പറയുന്നത്? അറിയില്ല. 2ഉം അറിയില്ല. സോ ചോദ്യം അപേക്ഷിക്കുന്നു. അപ്പോൾ ആ റൗണ്ട് അവിടെ സിസ്റ്ററിന്റെ അവസരം നഷ്ടപ്പെടുകയാണ്. സാരമില്ല, അടുത്ത അവസരം പ്രയോജനപ്പെടുത്തുക. അടുത്തത് സിസ്റ്റർ വിനീത. 5ABC. 5C. ഓ, നിർഭാഗ്യവശാൽ സിസ്റ്ററിന്റെ ചോയ്സിന്റെ അവസരം നഷ്ടപ്പെട്ടിരിക്കുന്നു. മലയാളത്തിൽ ആദ്യത്തെ പുസ്തകം 1772-ൽ അച്ചടിക്കപ്പെട്ടു. പുസ്തകം ഏത്? കർത്താവ് ആര്? പുസ്തകം നസ്രാണികളൊക്കെ അറിയേണ്ടുന്ന
സംക്ഷേപ വേദാർത്ഥം. വെരി ഗുഡ്, വെരി ഗുഡ് വിനീത. അതിന്റെ കർത്താവ് ആരാണ്? ഡെമാസിയസ് പാപ്പയുടെ അല്ല, ബെഞ്ചമിൻ വേലിയാണോ? അല്ല, പൗലീനോസ്. ക്ലെമന്റ് പൗലീനോസിന്റെ നസ്രാണികളൊക്കെയും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥം. ഓക്കെ, അപ്പോൾ അത് പകുതി മാർക്ക് ലഭിക്കുന്നു. 10ൽ 5 മാർക്ക് സിസ്റ്ററിന് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം സിസ്റ്റർ കൃപയിലേക്ക്. ഏത് മാസ്ക് ആണ് ഞാൻ റിമൂവ് ചെയ്യേണ്ടത്? 6B. അപ്പോൾ 6B ആണ് റിമൂവ് ചെയ്യേണ്ടത്. ഓ, ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. കത്തോലിക്ക ബൈബിൾ പഠന രംഗത്തെ വിലയിരുത്തി അവയെ ശരിയായ രീതിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ 1902 ലയോ 13 പാപ്പ അംഗീകാരം നൽകിയ സംവിധാനം PBC. ഫുൾ ഫോം? Pontifical Biblical Commission. വെരി ഗുഡ്, വെരി ഗുഡ്. Congratulations. You get the 10 marks again. Very good. ലോഗോസ് സമർപ്പിത പ്രതിഭ 2015 സമാപിക്കുവാനായി ഇനി 2 റൗണ്ടുകൾ മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ വീറും വാശിയുമേറിയ മത്സരം കഴിയുമ്പോൾ മത്സരാർത്ഥികൾ കരസ്ഥമാക്കിയിരിക്കുന്നത് ഇപ്രകാരമാണ്. സിസ്റ്റർ ഏഞ്ചൽ റോസ് SABS 45 points. സിസ്റ്റർ ജിയോ തെരേസ് SABS 60 points. Sister Betty 41 points. Sister Angela Therese 25 points. Sister Vinita 41.5 points. And Sister Kripa 44.5 points. ഇവിടെ എക്സാം എഴുതുന്നത്? അല്ല, ഇത് 10ാം വർഷമാണ്. ഓക്കെ, ഈ എഴുതിയ ഇത്രയും നാളത്തെയും സിസ്റ്ററിന്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഇത് സഭ നടത്തുന്ന KCBC നടത്തുന്ന ഏറ്റവും മനോഹരമായ ഒരു പരിപാടിയാണ്. കാരണം സാധാരണ ജനങ്ങൾക്ക് വലിയ കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ പോയി പഠിക്കാൻ പറ്റാത്ത സാധാരണക്കാർക്ക് വചനം പഠിക്കാൻ തന്നെ ശ്രമിച്ച് വചനം പഠിക്കാനുള്ള വലിയൊരു പ്രചോദനമാണ് KCBC കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് സന്യാസിനി സമൂഹം. ഈ നവതലമുറയ്ക്ക് ഈ ലോഗോസ് കിസ് എങ്ങനെ ഉപകരിക്കുമെന്ന് സിസ്റ്ററിന് ഒന്ന് വ്യക്തമാക്കാമോ? വചനം തന്നെ പറയുന്നു, അത് നിങ്ങളുടെ പാതകൾക്ക് വെളിച്ചമാണ്, പാദങ്ങളിൽ പ്രകാശമാണ്, നിങ്ങൾക്ക് സൗഖ്യമാണെന്നൊക്കെ. ഈ വചനം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അത് വലിയൊരു ആന്തരിക സൗഖ്യം നൽകുന്നുണ്ട്, വലിയൊരു സന്തോഷം നൽകുന്നുണ്ട്. അതാണ് വചനത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ, ഇവിടെ കിട്ടുന്ന സമ്മാനമോ പണമോ അതിനൊക്കെ അപ്പുറത്ത് വചനം പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആന്തരിക സൗഖ്യവും ഒരു വലിയ സന്തോഷവും, പിന്നെ ഈശോയെ വളരെ വ്യക്തിപരമായിട്ട് അറിയാനുള്ള, അതായത് പഴയ നിയമത്തിലൂടെ പൂർവ്വപിതാക്കന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ അനാവരണം ചെയ്യപ്പെട്ട ഈശോയെ പറ്റി വ്യക്തിപരമായ ഒരു അടുപ്പം മനുഷ്യ മനസ്സിന് സന്തോഷവും സമാധാനവും പകർന്നു നൽകുവാൻ ദൈവവചനത്തിന് സാധിക്കും. ഇത് ഉൾക്കൊള്ളുവാൻ ഏവർക്കും കഴിയട്ടെ. യോഹന്നാൻ 2-ാം അധ്യായം 19-ാമത്തെ വാക്യം ഉദ്ധരിക്കുക. യോഹന്നാൻ 4:34 ഉദ്ധരിക്കുക. നിങ്ങളറിയാത്ത പ്രശ്നം എനിക്കുണ്ട്. യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലുകളെടുത്തു. യേശു അവരോട് ചോദിച്ചു, എന്ത്? എന്റെ പിതാവിൽ നിന്നും കേട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഇതിൽ മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ഒടുവിൽ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട സന്യസ്തരാണ് വിശുദ്ധ ലാവറേച്ചനും വിശുദ്ധ എഫ്രസ്യാനും. അവരുടെ നാമകരണ ചടങ്ങ് നടന്നത് എപ്പോഴാണ്? 2014.